ഭർത്താവോ? ആ, ഡോക്ടർ കരുതിയിരിക്കുന്നത് നമ്മള് ഭാര്യയും ഭർത്താവും ആണെന്നാ. നീ അത് തിരുത്തിയില്ലേ? എന്തിന്? ഭർത്താവല്ലെന്ന് പറഞ്ഞാ പിന്നെ സംശയമാവും. എന്തിനാ നമ്മളായിട്ട് അതിനൊരു അവസരം കൊടുക്കുന്നത്? അത് ശരിയാ. എന്ത് ശരി? അല്ല, സാറിന്റെ ഇമേജ്. എനിക്കൊരു ഇമേജും പ്രശ്നമല്ല. എന്തിനാ ചൂടാവുന്നേ? അവരങ്ങനെ കരുതിയതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിലും ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടല്ലേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റാതെ പോയത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോ സത്യം പറയാലോ, ഒരു നിമിഷം ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. നമ്മുടെ ആ പഴയ കാലമാ എന്റെ മനസ്സിലേക്ക് വന്നത്. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തതും ഒരുമിച്ച് സ്വപ്നം കണ്ടതും എന്റെ കണ്ണു നിറഞ്ഞുപോയി. ഡോക്ടർ കരുതിയത് വേദന കൊണ്ട് കരയാന്നാ. ഞാൻ പറഞ്ഞു, ശരീരത്തിന്റെ വേദനയല്ല, മനസ്സിന്റെ വേദനയാ, ആത്മാവിന്റെ വേദനയാന്ന്. ഡോക്ടർക്കൊന്നും മനസ്സിലായില്ല. മതിയടി അഭിനയിച്ചത്. ആത്മാവിന്റെ വേദന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതണ്ട. ഇപ്പോ ഈ നിമിഷം നീ ഇവിടുന്ന് തിരിച്ചു പോണം. എങ്ങോട്ട്? വീട്ടിലേക്ക്. എനിക്ക് സമാധാനത്തോടെ അഭിനയിക്കണമെങ്കിൽ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഞാനിവിടെ ഉള്ളതുകൊണ്ട് എന്താ കുഴപ്പം? എന്റെ കോൺസെൻട്രേഷൻ പോവും. ഞാൻ നീലിന്റെ മുമ്പിലൊന്നും വരാതിരുന്നാ പോരെ? പോരാ, നീ എന്റെ പരിസരത്തുണ്ടെന്ന തോന്നൽ പോലും എനിക്ക് വേണ്ട. കഷ്ടമാണ് നീൽ. ഒരു കാര്യം ചെയ്യ, എന്നെ നീലിന്റെ മാനേജറാക്ക്. ഈ സിനിമ കഴിയുമ്പോ എന്തായാലും നീലിന് കുറെ പുതിയ ഓഫറുകൾ വരും. ഡേറ്റ്സ് ഒന്നും ക്ലാഷ് ആവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. നീലിന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഞാൻ മാനേജ് ചെയ്തോളാം. അതൊരു നല്ല ഐഡിയ സാറേ. സാറിനൊരു മാനേജർ ഉണ്ടെങ്കിൽ ആരുമായി സംസാരിക്കേണ്ടി വരില്ല. നീ മിണ്ടരുത്. നിനക്ക് എന്തറിയാം ഞങ്ങളെ പറ്റിയിട്ട്? എനിക്കൊന്നും അറിയില്ല. എന്നാ മാറിയിക്ക്. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം. സോറി സാർ. എന്ത് തീരുമാനിച്ചു? മാനേജർ. അത് നടക്കില്ല. ശരി, ഞാൻ പോയിക്കോളാം. ഞാൻ കാരണം നീലിന്റെ മൂഡ് പോണ്ട. പക്ഷേ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ വന്നതോ ഹോട്ടലിൽ താമസിച്ചതോ ഇങ്ങനെ ആശുപത്രിയിൽ വരേണ്ടി വന്നതോ ഒന്നും ആരും അറിയരുത്. അറിഞ്ഞാ എനിക്കത് മോശമാ. എനിക്ക് മാത്രമല്ല, നീലിനും. ശരി, ഞാൻ ആരോടും പറയുന്നില്ല. എന്നാ ഇറങ്ങാം. ഹോട്ടലിൽ ചെന്ന ഉടനെ ഞാൻ മുറി വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് പൊയ്ക്കോളാം. ശരി. ബുദ്ധിമുട്ടായോ വിളിച്ചത്? ഏയ് ഇല്ല. എന്താ കാണുന്നു പറഞ്ഞ? നിങ്ങക്ക് സിറ്റിയിലൊരു ഫിനാൻസ് കമ്പനി ഇല്ലേ? ആ ഉണ്ട്. അതിന്റെ ഇൻചാർജ് ഗണേശനാണോ? ഞാനും ഇരിക്കും, അച്ഛനും ഇരിക്കും. എന്തേ? എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. ഞങ്ങൾക്ക് മാർക്കറ്റ് റോഡില് ഒരു ബിസിനസ് ഉണ്ട്, അരിയുടെ മൊത്ത കച്ചവടം. അച്ഛനാ അത് നോക്കിക്കൊണ്ടിരുന്നത്. അച്ഛൻ മരിച്ചതോടെ അതൊക്കെ ഒരു വകയാ. എനിക്കാണെങ്കിൽ ഈ അരിക്കച്ചവടത്തിലൊന്നും ഒരു താല്പര്യമില്ല. പുതിയത് എന്തെങ്കിലും തുടങ്ങിയാലോ എന്നാ മനസ്സില്. അരിക്കച്ചവടം അത്ര മോശമുള്ള ഏർപ്പാടൊന്നുമല്ല. അതും ഹോൾസെയില്. നോക്കി നടത്തിയ നല്ല ലാഭമുള്ള പരിപാടിയാ. നോക്കി നടത്താൻ പറ്റിയില്ലെങ്കിൽ വിടുന്നതാ നല്ലത്. അല്ലെങ്കിൽ കണങ്കേറി മുടിയും. അതാ എന്റെയും പേടി. പുതിയ എന്ത് ബിസിനസ്സാ ഇപ്പം മനസ്സിലുള്ള? പലതും ആലോചനയിലുണ്ട്. ഒരു ബൊട്ടീക്കിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐറ്റങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കട. അത് നല്ല ഐഡിയ. ക്ലച്ച് പിടിച്ച പിന്നെ കയറി പോയിക്കോളൂ. പക്ഷെ അതിന് കാശ് വേണം. കുറച്ച് കാശ് കടമായിട്ട് കിട്ടുമെന്ന് അറിയാനാ ഞാൻ ഗണേശനെ കാണണമെന്ന് പറഞ്ഞത്. അതിപ്പോ ലോണിന്റെ കാര്യമാവുമ്പോ ബുദ്ധിമുട്ടാണെങ്കി വേണ്ടാട്ടോ. പരിചയമുള്ള ഒരാളാവുമ്പോ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ എന്ന് കരുതിയാ ഗണേശനോട് ചോദിച്ചത്.
എന്താ ചിരിച്ചത്? ആ, ഞങ്ങളുടെ ബിസിനസിന്റെ രീതി ആലോചിച്ച് ചിരിച്ചു പോയതാ. വക്കീലന്മാര്, പത്രപ്രവർത്തകര്, പോലീസുകാര്, രാഷ്ട്രീയ നേതാക്കള്, ഇവർക്കൊന്നും കഴിയുന്നത് ഞങ്ങൾ കടം കൊടുക്കാറില്ല. കൊടുത്ത കഷ്ടകാലത്തിന് തിരിച്ചു കിട്ടിയില്ലെങ്കിലോ തിരിച്ചു പഠിക്കാൻ വലിയ പ്രയാസമാണ്. കേറി ഗുണ്ടായുസം കാണിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു ഗണത്തിൽപ്പെട്ടതാ ബന്ധുക്കൾ. ഞാൻ പറ്റിക്കൊന്നുമില്ല. ദേവയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുവെയുള്ള രീതി പറഞ്ഞതാ. എത്ര രൂപ വേണ്ടത് എനിക്ക്? അതൊന്നും വർക്കൗട്ട് ചെയ്തിട്ടില്ല. കാശ് കിട്ടുമെങ്കിലല്ലേ പ്രോജക്റ്റ് തയ്യാറാക്കേണ്ട കാര്യമുള്ളൂ. അച്ഛനാണ് ലോണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. എന്നാലും ഇത് ഞാൻ പാസ്സാക്കി തരാം. താൻ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കും. താങ്ക് യു. പിന്നെ ലോൺ വെറുതെ ഒന്നും വേണ്ട. ഈടായിട്ട് എന്തെങ്കിലും തരാം. മാർക്കറ്റ് റോഡിലുള്ള കടയോ ഞങ്ങളുടെ വീടോ. ഈടിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം പ്രോജക്റ്റ് തയ്യാറാക്കുക. പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായ ഒരു ബിസിനസ്. അച്ഛൻ അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടല്ലോ. എന്നെയാണോ ഉദ്ദേശിച്ചത്? അതെ. എന്താ കൂടെ നിൽക്കില്ലേ? സമയം കുറവുള്ള ഒരാളാ ഞാൻ. എന്നാലും തന്റെ കാര്യം ആയതുകൊണ്ട് കൂടെ ഉണ്ടാവും. അത് മതി. ഇപ്പൊ ഗണേശ് പറഞ്ഞ വാക്കുകളാ എന്റെ ധൈര്യം. ഞാൻ പോട്ടെ. ബൈ. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാ ഞാൻ ആ ഹോട്ടലിൽ മുറിയെടുത്തത്. അതൊന്നും നടത്താൻ എനിക്ക് പറ്റിയില്ല. എന്റെ തലവേദന പിടിച്ച അച്ഛനും അമ്മയും ആ നേരം നോക്കിയാ വീട്ടിലേക്ക് എഴുന്നള്ളിയത്. പക്ഷെ തോറ്റു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിനാ കാണണോന്ന് പറഞ്ഞത്, നിന്നെ വിളിപ്പിച്ചതും. അവിടുത്തെ താമസം എപ്പോ കഴിയും? ഇന്ന് കഴിയും. അപ്പോ ഇന്ന് നീല് വീട്ടിലേക്ക് തിരിച്ചു വരും. അതെ. എങ്കിൽ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇത് എന്റെ ചുരിദാറാ. നീ ഇത് നീലറിയാതെ നീലിന്റെ ബാഗിലിടണം. അയ്യോ, പേടിക്കാനൊന്നുമില്ല. എന്തായാലും നീലിന്റെ ബാഗ് നീ ആയിരിക്കുമല്ലോ പാക്ക് ചെയ്യുന്നത്. നീലറിയാതെ ചെയ്താ മതി. റിസ്ക് ആണ് മാഡം. എങ്ങാനും അറിഞ്ഞ. അറിയില്ല. നീൽ അതൊന്നും ശ്രദ്ധിക്കില്ല. എന്തിനാ മാഡം അങ്ങനെ ചെയ്യുന്നത്? നീ അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. എടോ, ഈ ചുരിദാർ ഒരു ബോംബാ. ഇത് വീട്ടിൽ വരുമ്പോ പൊട്ടും. മനസ്സിലായില്ല അല്ലേ? തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാ മതി. വെറുതെ വേണ്ട, ഇതിനും കാശ് തരാം. ഇന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന നീലിന്റെ ബാഗിൽ ഒരുപാട് സംശയങ്ങൾക്ക് ഇടകൊടുക്കുന്ന ഈ ചുരിദാറിന്റെ ടോപ്പ് ഉണ്ടാവും. ഇത് സ്വാതിയുടെ കണ്ണിൽ പെടും. ബാക്കി ഞാൻ ചെയ്തോളാം. നീൽ സാറിന്റെ ഫാമിലിയെ തകർക്കാനുള്ള പരിപാടിയാണല്ലേ മാഡം? നീലിന്റെ ഫാമിലി എന്ന് പറഞ്ഞ ഞാനും നീലും അടങ്ങുന്ന കുടുംബം എന്നാണ് വരേണ്ടിയിരുന്നത്. എന്റെ ഭാഗ്യക്കേടുകൊണ്ടാ അത് സംഭവിക്കാതിരുന്നത്. എനിക്ക് എന്റെ തലവര തിരുത്തണം. അതിന് ഞാൻ എന്തും ചെയ്യും. പിടിക്ക. ഞാൻ ഉദ്ദേശിച്ചത് നടന്നിരിക്കണം. താനത് എവിടെ പോയതാ? നീലിന് ഇറങ്ങണ്ടേ? ഞാനൊരു സാധനം മേടിക്കാൻ പോയതാണ്. നീലിന്റെ വർക്ക് കഴിഞ്ഞു. ഇനി പഴയ ലൊക്കേഷനിലേ ഉള്ളൂ. വെറുതെ എന്തിനാ ഹോട്ടലിൽ കഴിക്കുന്നത്? പോയേക്കാം. എന്നാ ഞാൻ ഇറങ്ങാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി സാർ. സാറ് ബാഗ് പാക്ക് ചെയ്തായിരുന്നോ? എന്നെ കുറെ നേരം നോക്കി, കാണാതായപ്പോ ഞാൻ തന്നെ അങ്ങ് ചെയ്തു. അത് വേണ്ടായിരുന്നു. എന്ന് പറഞ്ഞാ പറ്റൂ. എത്രയും വേഗം
ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് എനിക്ക്. സാറ് ഫ്രഷ് ആവുന്നില്ലേ? എന്തിന്? വീട്ടിലേക്കല്ലേ പോകുന്നത്? ഇതൊക്കെ മതി. അല്ല സാർ, ഒന്ന് ഫ്രഷ് ആയേക്ക്. ചിലപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലം വരെ കയറേണ്ടി വരും. ഏത് സ്ഥലം? എന്റെ സെറ്റപ്പിൽ ഒരു പ്രൊഡ്യൂസറുണ്ട്, കോടീശ്വരനാ. പുള്ളിക്ക് ഒരു പടം പിടിക്കാൻ ആഗ്രഹമുണ്ട്. സാറിന്റെ കാര്യം ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. അത് നടന്നാ നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ടറെ വെച്ച് ചെയ്യിക്കാൻ പറ്റും. പ്രൊഡ്യൂസറെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണാന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേ? എന്ത് മോശം? നമ്മളൊരു പടം ചെയ്യാൻ നിർബന്ധിക്കൊന്നുമല്ലല്ലോ. കാണുന്നു, പരിചയപ്പെടുന്നു, പിരിയുന്നു. ഇതൊക്കെ സിനിമയിൽ പതിവായിട്ട് നടക്കുന്ന സംഗതികളല്ലേ സാറേ? നല്ല പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ നല്ല പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ. ആലോചിക്കാൻ സമയമില്ല. സാർ പെട്ടെന്നൊന്ന് ഫ്രഷ് ആവും. ഉം. ഫ്രഷായി ഇറങ്ങാം. ഇറങ്ങാം. പക്ഷേ പ്രൊഡ്യൂസറെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ. വിളിച്ചു ചോദിച്ചപ്പോൾ പുള്ളി അവിടെ ഇല്ല. സാരമില്ല, വേറെ ദിവസം കാണാം. ഇറങ്ങാം. ശരി സാർ. ബാഗ് എടുത്തോ. ആ. കഴിഞ്ഞോ ഷൂട്ടിംഗ്? ഇല്ല, ഇനി ഇവിടെ അടുത്ത ലൊക്കേഷൻ. ഹോട്ടലിൽ താമസിക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് പോയി വന്നാൽ മതി. കഴിക്കാൻ വല്ലതും എടുത്തു വെക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചു. ഒന്ന് കുളിക്കണം, നല്ല ക്ഷീണം. ആ, അതിൽ കുറച്ച് മുഷിഞ്ഞ ഡ്രസ്സുണ്ട്, അലക്കാനുള്ളതാ. ഹോട്ടലില് ഒറ്റയ്ക്കായിരുന്നു താമസം? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ മാത്രമല്ല, എല്ലാ ക്രൂ അവിടെ തന്നെയായിരുന്നു. മറ്റു നടീനടന്മാരോ? അവരും അവിടെയാ താമസിച്ചത്. അതാ എളുപ്പം, വന്നു പോകാനും പറ്റും. ഞാനൊന്ന് കുളിക്കട്ടെ, നല്ല ക്ഷീണം. സംഗതി ഏറ്റുന്ന തോന്നേ. നല്ല വിഷമിച്ചോണ്ട് സ്വാതി വരുന്നുണ്ട്. എന്നാ വാ, ആ വിഷമത്തിലേക്ക് കുറച്ച് എരിവും കൂടി ഇട്ടു കൊടുക്കാം. ഞാൻ ഭയങ്കര ടെൻഷനിലാ ഗൗരി. എന്തു പറ്റി വേദ?
പറയുന്നോണ്ട് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ആ, അന്ന് വീട്ടിൽ പോന്നോന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയില്ലേ? ആ അന്ന് പോയത് നീലിന്റെ ഹോട്ടലിലേക്കാ. നീലിന്റെ ഹോട്ടലിലേക്കോ? അതെ, നീല് പറഞ്ഞിട്ടാ അങ്ങനെ ചെയ്തത്. ഞങ്ങള് രണ്ടുപേരും അടുത്തടുത്ത മുറിയിലാ താമസിച്ചത്. ഒരു മുറിയിൽ താമസിച്ചാ പോരേന്ന് നീല് ചോദിച്ചതാ. ഞാനാ വേണ്ടാന്ന് പറഞ്ഞത്. രഹസ്യം എപ്പോഴും രഹസ്യമായിരിക്കണം അല്ലേ? അയ്യേ, ഈ നീല് ഇത്രക്കാരനാണോ? എന്നെ മറക്കാൻ പറ്റുമോ നീലിന്? ഇതൊന്നും ഒരു കാരണവശാലും ഈ വീട്ടിൽ ആരും അറിയരുത്. നീ ആയതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നത്. നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദൈവമേ, സ്വാതി എങ്ങാനും ഇത് അറിഞ്ഞാ? അറിയില്ലല്ലോ. അറിയാതെ കൊണ്ടുപോകാന്ന് നീൽ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരുടെയും മുമ്പില് ഞങ്ങള് ശത്രുക്കളായിരിക്കും. പുറത്ത് ഞങ്ങള് പഴയ കാമുകിയും കാമുകനും. എന്നാലും എന്നെങ്കിലും ഇത് പൊളിയും. എന്നെങ്കിലും അല്ല, ഇപ്പൊ തന്നെ പൊളിയും. എനിക്കൊരു അബദ്ധം പറ്റി ഗൗരി. എന്ത്? എന്റെ ഒരു ചുരിദാറിന്റെ ടോപ്പ് കാണാനില്ല. അത് നീലിന്റെ ബാഗിലെങ്ങാനും പെട്ടുപോയോന്നാ എനിക്കിപ്പോ സംശയം. ബഹളത്തിനിടയില് നീലും അതൊന്നും ശ്രദ്ധിച്ചു കാണില്ല. അങ്ങനെയാണെങ്കിൽ അത് സ്വാതി കാണുമല്ലോ. അതാ എന്റെ ടെൻഷൻ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അത് മതി, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? എല്ലാം കേട്ടു. ബോംബ് വീണതുപോലെ ആയില്ലേ? ആയി. അത് മതി, എനിക്ക് തൃപ്തിയായി. ഉരുകട്ടെ അവള് കിടന്ന്. അപ്പോ വേദയും നീലും ഒരേ സമയം ഒരേ ഹോട്ടലിൽ താമസിച്ചല്ലേ? അതെ. അതിന്റെ അർത്ഥം എന്താണെന്നാ നീ വിചാരിക്കുന്നത്? എനിക്കറിയില്ല രാഹുലേട്ടാ. സാധാരണ അവളുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യവും ഏട്ടൻ എന്നോട് പറയാറുണ്ട്. പക്ഷെ ഇത് മാത്രം പറഞ്ഞില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ഒളിക്കാൻ എന്തെങ്കിലും ഉള്ളതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിലെന്തോ ദുരൂഹതയുണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ഹോട്ടലിൽ താമസിക്കുക മാത്രമല്ല ചെയ്തത്. അവര് രണ്ടുപേരും കൂടി പുറത്തു പോവുകയും ചെയ്തു. എവിടെയായിരിക്കും അവര് പോയത്? എന്തുകൊണ്ട് ആ വിവരം എന്നിൽ നിന്ന് മറച്ചു വെച്ചു? നിന്റെ സംസാരം കേട്ടാ നീലെന്തോ തെറ്റിയെന്ന് തോന്നുമല്ലോ. ഏട്ടൻ തെറ്റ് ചെയ്തെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. സംശയങ്ങൾക്കിട നൽകിയ സാഹചര്യങ്ങളാ പ്രശ്നം. സ്വന്തം വീട്ടിൽ പോകുന്നു പറഞ്ഞ വേദ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് അവള് പോയത് ഹോട്ടലില്. അതൊരു യാദൃശിക സംഭവമാണെന്ന് വെക്കാം. പക്ഷെ ഒരുമിച്ച് പുറത്തു പോയതോ? അതെങ്ങനെ ന്യായീകരിക്കും? ഇതിനുത്തരം തരാൻ നീലിന് മാത്രമേ പറ്റൂ. പക്ഷേ ഇങ്ങോട്ടൊന്നും പറയാത്ത സ്ഥിതിക്ക് അങ്ങോട്ട് കയറി ചോദിക്കുന്നത് ശരിയല്ല. ഇനി നീ അങ്ങനെ ചെയ്താ അത് നീലിനെ സംശയിക്കുന്നതായിട്ടേ തോന്നൂ. അത് അയാളെ വല്ലാതെ വേദനിപ്പിക്കും. ചിലപ്പോ അവിടുന്ന് ഒരു പ്രശ്നം ആരംഭിക്കുകയും ചെയ്യും. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ രാഹുലേട്ടൻ പറയുന്നത്? അറിഞ്ഞ കാര്യം മിണ്ടാതിരിക്കണോ? വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എന്റെ ഉള്ളിലെ നീറ്റൽ അതെങ്ങനെ ഞാൻ മാറ്റും? അറിഞ്ഞ കാര്യം മിണ്ടാതിരിക്കണോ? വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എന്റെ ഉള്ളിലെ നീറ്റൽ അതെങ്ങനെ ഞാൻ മാറ്റും? ആ, ഒരു കാര്യം ചെയ്താലോ? ഞാനങ്ങ് ചോദിച്ചാലോ? അത് വേണ്ട. രാഹുലേട്ടൻ ചോദിച്ചാ അത് ഞാൻ പറഞ്ഞിട്ട് ചെയ്തതായിട്ടേ തോന്നും. അതുകൊണ്ട് വേണ്ട. പിന്നെന്ത് ചെയ്യും? എനിക്കറിയില്ല രാഹുലേട്ടാ. ഹോട്ടലിൽ ചെന്ന് വിവരം അറിഞ്ഞത് മുതൽ മനസ്സിനൊരു സ്വസ്ഥതയില്ല. പിന്നെയും
ഞാൻ ചതിക്കപ്പെടുകയാണോ എന്നൊരു തോന്നൽ. ഏട്ടനെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഞാനും ഒരു പെണ്ണല്ലേ, എനിക്കും ഇല്ലേ മനസ്സെന്ന് പറയുന്ന സാധനം. എന്റെ മനസ്സ് ശാന്തമാകണമെങ്കിൽ വേദ എന്തിനാ ഹോട്ടലിൽ താമസിച്ചു എന്നറിയണം. വേദ ഏട്ടനും കൂടി പുറത്തെവിടെയാ പോയതെന്നറിയണം, എന്തിനു പോയെന്നും അറിയണം. അതറിയാതെ എനിക്കൊരു സ്വസ്ഥതയും കിട്ടില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ അവസ്ഥ. പക്ഷേ നമ്മുടെ മുമ്പിൽ വ്യക്തമായൊരു വഴിയില്ലാത്ത സ്ഥിതിക്ക് അതാ പ്രശ്നം. വഴി ഉണ്ടാവണം, ഉണ്ടാവും. അല്ലെങ്കിൽ ഈ വേദന എന്നെ നശിപ്പിക്കും. നീ ഇതെവിടെ പോയിരുന്നു? പുറത്തു പോയതാ.